ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചില്ലി ചിക്കനാണ്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള നാച്ചുറൽ ചില്ലി ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആ ബെല്ലൈക്കനോട് അമർത്തി വിടുകയാണെങ്കിൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. നമ്മൾ ചില്ലി ചിക്കന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായി നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ ജിഞ്ചർ ഗാർലിക് ചേർത്ത് കൊടുക്കാം. ആറ് സ്പൂൺ മൈദപ്പൊടിയും 4 സ്പൂൺ കോൺഫ്ലവറും ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ വിനെഗറും 1 സ്പൂൺ സോയാ സോസും ഒഴിച്ചു കൊടുക്കാം. 1.25 സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. 1 കയ്യിൽ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. 1 കയ്യിൽ കെച്ചപ്പും ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കിത് ഉണ്ടാക്കാനായി 3 സവാള വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഇനി നമുക്ക് 2 ക്യാപ്സിക്കം വലിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത് വേണം. നല്ല എരിവുള്ള 6 പച്ചമുളക് നീളത്തിൽ പൊളിച്ചത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, 6 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില. പുതിനയില എടുക്കുന്നതിൻ്റെ ഇരട്ടി ആയിരിക്കണം മല്ലിയില നമ്മൾ എടുക്കേണ്ടത്. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക്, 3 തണ്ട് സ്പ്രിംഗ് ഒനിയൻ ചെറുതാക്കി അരിഞ്ഞത്. ഇതുണ്ടാക്കാനായി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മളെ ചിക്കനിൽ നന്നായി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കത് പൊരിച്ചെടുക്കാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ചില്ലി ചിക്കന് ഇത്ര വലിയ പീസാക്കി തന്നെ ഇടണം. ആ ചിക്കൻ്റെ കാലിൻ്റെ 2 പീസ് ഉണ്ടാകും, അത് മാത്രമാണ് നമ്മൾ വലുതാക്കി ഇട്ടിട്ടുള്ളത്. അത് വേറെ ഒന്നിനുമല്ല, ഇത് വറുത്തതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി എല്ലാ പീസുകളും നമ്മൾ ചെറുതാക്കി തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കോരിയെടുക്കാം. പൊരിച്ചെടുത്ത ഈ എണ്ണയിൽ തന്നെ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇതിൻ്റെ അകത്ത് വറുത്ത് കോരിയെടുക്കണം. അപ്പോൾ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഈ ഗ്രേവിക്ക് ആവശ്യമായ സാധനങ്ങൾ ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നീളത്തിൽ പൊളിച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ചേർത്ത് കൊടുക്കാം. സവാള ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റോളം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂണോളം ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കാം. 3 സ്പൂണ് കെച്ചപ്പ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 4 സ്പൂണ് സോയ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നന്നായി മിക്സായി കൊടുത്തതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസുകൾ ഇതിന് മേലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 5 സ്പൂണ് കോൺഫ്ലവർ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയത് ഇതിന് മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇതിന് മേലെ നമുക്കിങ്ങനെ വിതറി കൊടുക്കാം.
നമ്മൾ കളറൊന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലത്. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന് മേലെ നമുക്കിങ്ങനെ സ്പ്രിംഗ് ഒനിയൻ വിതറി കൊടുക്കാം. ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം അതിന് മേലെ പുതിനയിലയും മല്ലിച്ചപ്പും വിതറി കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ നല്ല തിക്കായി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ കളറൊന്നും ചേർക്കേണ്ട ഒരു കാര്യമില്ല. കളറൊന്നും ചേർക്കാതെ തന്നെ അത്യാവശ്യം കളറുണ്ട്. നമ്മൾ കാശ്മീരി ചില്ലി പൗഡറിൻ്റെ നല്ല കളർ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല എരിവുണ്ട് ഇതിന്. നമ്മൾ ചില്ലി സോസിനും കെച്ചപ്പിനും അത്യാവശ്യം എരിവും പുളിയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ നന്നായിട്ട് ഈ ചിക്കനുമ്മലൊക്കെ കണ്ട് പിടിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി ഇതിന് മേലെ കറിവേപ്പിലയും പച്ചമുളകും വറുത്തില്ല, അത് നമുക്ക് ഇതിന് മേലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ, സീ യു.